ഇടക്കിടക്ക് പാർട്ടി മാറുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അടുത്ത തവണ ഈ പാർട്ടിയിലുണ്ടാവും? അല്ല, അത് നിങ്ങളുടെ കണ്ടുപിടുത്തമാണ്. ഞാൻ 8 വർഷമായിട്ട് സ്വതന്ത്രനാണ്. അത്തരം ചോദ്യങ്ങളെല്ലാം ഹൈപ്പോത്തറ്റിക്കലാണ്. എല്ലാ കാലവും എല്ലാവരും എല്ലായിടത്തും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നരേന്ദ്രമോദിയോട് നമ്മളിങ്ങനെ ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ? ഒരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. വിജയിച്ചാൽ തന്നെ 5000 വോട്ടിൽ താഴെയായിരിക്കും തന്റെ വിജയമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒടുവിൽ ആ ദിവസം വന്നെത്തിക്കഴിഞ്ഞു അല്ലെ. എത്ര ദിവസത്തെ കാത്തിരിപ്പാണല്ലേ. ഈ ഒരു ദിവസത്തിന് വേണ്ടി കഴിഞ്ഞ ഒരു മാസമായിട്ട് കേരളം മൊത്തം കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എല്ലാത്തിനും തീരുമാനമാക്കും. എന്തായാലും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമുണ്ട്, തൃക്കാക്കര. നമ്മുടെ സ്വന്തം അഖിൽ മാരാരുടെ മണ്ഡലം. അഖിലേട്ടൻ എന്തായാലും തോൽക്കും, 8 നില പൊട്ടും, അത് വേറെ കാര്യം. എന്നാലും ആ തോൽവി എന്ന് കണ്ണു കുളിർക്കെ കാണാൻ വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അത്രക്കും വെറുപ്പിച്ചിട്ടുണ്ട് ഈ ചങ്ങായി. മാരാരുടെ വിചാരം ഓൻ ജയിക്കുന്നതാണ്. എന്തോ മനക്കോട്ടയും കിട്ടിയിരിക്കുകയാണ് ആശാന്. ലോകത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയിട്ടുള്ള ബിഗ് ബോസ് താൻ ജയിച്ചില്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പോ ഈ പീർ ഇലക്ഷൻ ഒക്കെ പൂ പറിക്കുന്ന ലാഘവത്തോടെ താൻ ജയിച്ചു കയറുമെന്നാണ് അഖിലേട്ടൻ പറയുന്നത്. അല്ലെങ്കിലും അഖിലേട്ടൻ ആ കോൺഫിഡൻസ് ആണ് എനിക്കിഷ്ടം. ഇത്രയും കോൺഫിഡന്റ് ആയി ആധികാരികമായി മണ്ടത്തരം പറയാൻ നമ്മുടെ അഖിലേട്ടൻ അല്ലാണ്ട് മറ്റാരാണുള്ളത്? ഇലക്ഷൻ പ്രഖ്യാപിച്ച് അന്ന് തൊട്ട് തള്ളാൻ തുടങ്ങിയതാണ് അഖിലേട്ടൻ. തള്ളും സ്വയം ബംഗലും ഒക്കെ ആയിട്ട് ആശാൻ കളത്തിൽ സജീവമായിരുന്നു. ഇലക്ഷൻ പ്രചരണത്തിനിടയിലും അതിനുശേഷവും ഒക്കെ ആശാൻ പടച്ചു വിട്ട മണ്ടത്തരങ്ങൾക്കൊന്നും കയ്യും കണക്കുമില്ല. എന്നാലും ഈ ചങ്ങാന്റെ വിചാരം ഓനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നാണ്. ഇന്നലെയും കൂടി സോഷ്യൽ മീഡിയ കണ്ട് എന്തൊക്കെയോ ഇരുന്ന് തള്ളുന്നുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഇന്നത്തെ റിസൾട്ടിനെ കുറിച്ച് അഖിൽ മാരാർ പറഞ്ഞ കാര്യങ്ങളൊന്ന് കണ്ടുനോക്കാം. തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥി അഖിൽ മാരാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. അഖില, നാളെ ഈ സമയത്ത് വിധിയറിയാൻ പറ്റും? തീർച്ചയായിട്ടും വിധിയറിയാൻ പറ്റും. ആരുടെ എന്തെന്നൊക്കെ ഉള്ളത് നമുക്ക് നാളെ 11 മണിക്ക് ശേഷം സംസാരിക്കാം. അതിനിപ്പോ സംസാരിക്കാനൊന്നും ഇല്ല. വേഗം തലയിൽ മുണ്ടിട്ട് ഓടിക്കോ, അതാണ് എനിക്ക് നല്ലത്. എന്നാലും തോറ്റു കഴിഞ്ഞാണെങ്കിൽ ഇവൻ എങ്ങനെയാണ് മാധ്യമങ്ങളെ കാണുക, എന്താണ് സംസാരിക്കുക എന്നൊക്കെ അറിയാൻ നല്ല ആകാംക്ഷയുണ്ട്. മിക്കവാറും എന്തെങ്കിലും ഉടായ്പ മറിഞ്ഞ് ന്യായീകരിക്കുമായിരിക്കും. ഈ ചങ്ങായിക്ക് ഏറ്റവും നല്ലോണം അറിയുന്ന പണി അതാണല്ലോ. എന്തിനേയും വളച്ചൊടുക്കാൻ കഴിയുന്ന ഒരു നാവ് ഉണ്ടായത് കൊണ്ട് തന്നെ മാരാർ എങ്ങനെയെങ്കിലും ഒക്കെ കഴിച്ചിലാവും. ബാക്കി ഉണ്ടോക്കെ എന്തായാലും. അഖിലിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് കിട്ടുന്നത്? ഞാൻ തുടക്കം മുതലേ പ്രതീക്ഷ വയ്ക്കുന്ന ജനങ്ങളാണ്. എന്നാൽ ആ പ്രതീക്ഷ കൊണ്ട് മാറ്റി വെച്ചേക്കും മോനെ. ജനങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കേണ്ട നീ. ജനങ്ങൾ നിന്നെ കാണുന്ന ഒരു കോമഡി പീസ് ആയിട്ടാണ്. എന്തായാലും ബിഗ് ബോസ് ജയിച്ചാൽ ഇലക്ഷൻ ജയിക്കാൻ കഴിയുമെന്നുള്ള നിന്റെ ആ മണ്ടൻ ചിന്തക്ക് ഇന്നത്തോടുകൂടി തീരുമാനമായി കിട്ടും. വോട്ടെടുപ്പ് നടന്നത് ഹോട്ട്സ്റ്റാറിലല്ല, വോട്ട് എണ്ണുന്നത് ഏഷ്യാനെറ്റുമല്ല. അത് നീ മറക്കണ്ട മാരാറെ. ബാക്കി പറഞ്ഞാട്ടാലും ജനങ്ങൾ രാഷ്ട്രീയത്തെ കാണുന്ന ചില കാഴ്ചപ്പാടുകൾ ഞാൻ ചിന്തിക്കുന്ന പോലത്തെ ഒരു ശരിയുടെ രാഷ്ട്രീയമാണെങ്കിൽ തീർച്ചയായിട്ടും തൃക്കാക്കരയിൽ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യം എനിക്ക് ആവർത്തിക്കേണ്ടി വരും. അത് മിന്നുന്ന ജയം ഉണ്ടാവും എന്നാണ്. അല്ല, അതല്ല. ഇപ്പൊ ഈ ജയം തോൽവി എന്നതിനേക്കാൾ ഉപരി ഇപ്പം ഓരോ തെരഞ്ഞെടുപ്പിനെയും ജനം കാണുന്ന ഓരോ രീതിയിലാണ്. അതെന്ത് വാർത്താനാണ് മാരാറെ? മിന്നുന്ന ജയം ഉണ്ടാവുമോ എന്നല്ലേ മാപ്ര ചോദിച്ചത്? ഉണ്ടാവുന്ന തർപ്പിച്ച് പറയാൻ എന്താണ് ഒരു പേടി? ഇത്രയും ദിവസം ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഞാൻ എന്തായാലും ജയിക്കും ഒലുത്തും എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് അവസാന റിസൾട്ടിന്റെ തലേ ദിവസമായപ്പോ എല്ലാം കയ്യിന്ന് പോയോ? എന്നാലും മോശമായി പോയിട്ടോ. ബാക്കി പറ. എന്തായാലും സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് അനുകൂലമാവുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ആ സ്ഥാനാർത്ഥിയുടെ ഒരു വ്യക്തിത്വം. വ്യക്തിത്വം അതെന്തായാലും നിനക്കില്ല, അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്തായാലും വ്യക്തിത്വം നോക്കി ആരും നിനക്ക് വോട്ട് ചെയ്യാൻ പോണില്ല. കാരണം ഇല്ലാത്ത സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നീ അത് ആലോചിച്ച് ബേജാറാണ്ടോ ആവശ്യമില്ല. പിന്നെന്താണ് പറഞ്ഞാട്ടെ. 2 ഭരണത്തിന് വിരുദ്ധമായി വരുന്ന അനുകൂല അന്തരീക്ഷം. 3 ആ മണ്ഡലത്തിലെ MLA യുടെ ഒരു വിരുദ്ധ വികാരം. 4 നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരു ജനത. 5 പുതിയതായിട്ട് ചേർക്കപ്പെട്ട വോട്ടുകൾ. ഇത് കൂടാതെ ഇപ്പം ഒരാൾ പ്രതിനിധാനം ചെയ്യുന്ന മുന്നണി പൊതുവായിട്ട് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇമ്പാക്റ്റും കൂടെ വെച്ചിട്ടായിരിക്കും പലപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിലെ ജയസാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പം നമ്മുടെ തൃക്കാക്കരയെ സംബന്ധിച്ച് ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉമാ തോമസിലേക്ക് പോകുന്നതിനെക്കാട്ടും കൂടുതലും ഉമാ തോമസ് വിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. ഈവൻ കോൺഗ്രസിനുള്ളിൽ ഭിന്നതകളുണ്ട്. എപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ തോൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് പാളയത്തിൽ പറയാം. ഇപ്പോൾ ഇടതുപക്ഷത്തിന് തോൽവി സംഭവിക്കുമ്പോൾ ഒരു ഉൾപാർട്ടി ജനാധിപത്യം പറഞ്ഞതിന് ശേഷം ഉൾപാർട്ടി വിപ്ലവമായി മാറും. അപ്പോൾ പാർട്ടിക്കുള്ളിലെ വിള്ളലുകളാണ് പലപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജയപരാജയത്തിന് കാരണമാകുന്നത്. ഈ 2 സ്ഥാനാർത്ഥിക്കും ഇതുണ്ട് ഇവിടെ. അതേസമയം BJP 2020 സംബന്ധിച്ച് അല്ലെങ്കിൽ BDJSനെ സംബന്ധിച്ച് അവർ വലിയ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും നമ്മളെ സ്വീകരിക്കുകയും അത് ആത്മാർത്ഥമായിട്ട് തന്നെ അവർ വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വോട്ടുകൾ നമുക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ അഡീഷണൽ ഫാക്ടേഴ്സ്, അതായത് നിഷ്പക്ഷത, പുതിയ വോട്ടേഴ്സ്, ഭരണവിരുദ്ധ വികാരം, MLA വിരുദ്ധ വികാരം, ഇതൊക്കെ അനുകൂലമായി വരാനുള്ളൊരു സാധ്യത. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷമായിരിക്കും? അതായത് 1,40,000 വോട്ടാണ് ഈ മണ്ഡലത്തിൽ പോൾ ചെയ്തത്. അപ്പം ഞാൻ ഇടതുപക്ഷത്തിൽ പലരുമായി സംസാരിച്ചു, എനിക്ക് വ്യക്തിബന്ധമുള്ള പലരുമായി സംസാരിച്ച സമയത്ത് അവർ പ്രതീക്ഷിക്കുന്ന വോട്ടെന്ന് പറയുന്നത് 35,000 വോട്ടുകളാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചിലർ പറയും 30 കൂട്ടിയാൽ മതി. കാരണം പാർട്ടിക്ക് 27,000 വോട്ടായിരുന്നു ലോക്സഭയിൽ കിട്ടിയ ചിഹ്നത്തിന് കിട്ടിയ വോട്ടെന്ന് പറയുന്നത്. അതേസമയം ഡോക്ടർ ജോ ജോസഫിന് ഉപതെരഞ്ഞെടുപ്പിൽ 45,000 കിട്ടി. പക്ഷേ ഈ 45,000 എന്ന് പറയുന്നത് ഒരു പൊതു സ്വതന്ത്രം എന്ന നിലയിലാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം ഇടതുപക്ഷത്തിന് സ്വതന്ത്രനായിരുന്നു. അപ്പോൾ ഒരു പാർട്ടിയുടെ അടിയുറച്ച വോട്ടെന്ന് പറയാൻ പറ്റില്ല. അന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് ആത്മാർത്ഥമായി വർക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലും ഫ്ലാറ്റ് ഉൾപ്പെടെ പ്രവർത്തകർ കയറിയതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അന്ന് ആ വോട്ട് വരുന്നത്. ഇന്ന് പുഷ്പദാസിലേക്ക് എത്തുമ്പോൾ കാൻഡിഡേറ്റിൻ്റെ പെർഫോമൻസ് വീക്കായിരുന്നു. ഇവിടെ മറ്റുള്ള
ഉള്ള ചിലർക്ക് സ്ഥാനാർത്ഥിത്വം മോഹമുണ്ടായിരുന്നു, അവരാകുമെന്ന് പ്രതീക്ഷിച്ച പാർട്ടിക്കാരുണ്ടായിരുന്നു. അപ്പം പുറമേ നിന്ന് കൊണ്ടുവന്നൊരു കാൻഡിഡേറ്റ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ വൈകിപ്പോയി. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഞാൻ നമ്മുടെ പറച്ചിലല്ല, ഇപ്പോൾ എനിക്കത് എത്ര വോട്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മുടെ പാർട്ടിക്ക് അത്ര ബേസ് ഇല്ല. പാർട്ടിക്ക് ബേസ് ഇല്ലെങ്കിൽ എന്താ, അഖിൽ മാരാറുണ്ടല്ലോ, അതുപോലെ മാരാർ അറിയാത്ത ഒരു പുൽക്കൊടി പോലും തൃക്കാക്കരയിൽ ഇല്ല എന്നാണ് പറയുന്നത്. 2020 എന്ന് പറയുന്ന ഒരു പീറ പാർട്ടിയേക്കാളും എത്രയോ വലുതാണ് മാരാറുടെ വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത്. ശരിക്കും മാരാർക്ക് മത്സരിക്കാൻ ഒരു പാർട്ടിന്റെ ആവശ്യമൊന്നുമില്ല. വെറുതെ ഒരു സ്വതന്ത്രനായിട്ട് അങ്ങോട്ട് നിന്ന് കൊടുത്താൽ മാത്രം മതി, ജനങ്ങൾ അങ്ങോട്ട് ജയിപ്പിച്ചു വിട്ടോളൂ. എന്നാലും സ്വന്തം പാർട്ടിയെ പോലും കൊച്ചാക്കി പറയാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവന് സ്വയം ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ടാണത്. പാർട്ടിക്ക് ബേസ് ഇല്ല പോലും, എല്ലാം ഇവൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. അപ്പം ഓപ്പോസിറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ പറയുന്ന അവരുടെ വോട്ടുകൾ കഴിച്ചാൽ ബാക്കി വരുന്ന വോട്ടുകൾ എന്തായാലും മൂന്നാമത്തെ ഒരു കക്ഷി എന്ന നിലയിൽ നമ്മളിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അവർ പറയുന്ന 30-35 ഇടയ്ക്ക് വോട്ട് പക്ഷേ ഇടതുപക്ഷത്തിന് കിട്ടിയേക്കാം. 50 മുതൽ 55 വരെ വോട്ടുകൾ കോൺഗ്രസിന് ലഭിച്ചേക്കാം എന്നാണ് പറയുന്നത്. ഈ 2 വോട്ടും കൂടെ കൂട്ടിയാലും പിന്നെയും ഒരു 55,000 വോട്ട് ബാക്കിയുണ്ട്. ഇതിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ജയത്തിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു ഭൂരിപക്ഷം ഒന്നും പ്രവചിക്കുക എന്നുള്ളതല്ല, ജയസാധ്യതകളുടെ അടുത്തെത്താനുള്ള ഒരു അന്തരീക്ഷം തൃക്കാക്കരയിലുണ്ട്. ജയസാധ്യത ജയിച്ചാൽ തന്നെ 1000-ൽ താഴെ വോട്ടുകൾക്ക് അങ്ങനെ വരും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി വോട്ട് കോൺഗ്രസ് പാളയത്തിൽ നിന്നും കുറയണം. ഇപ്പം ഞാൻ അറിഞ്ഞിടത്തോളം ദീപ്തി മേരി വർഗീസിന്റെ സീറ്റ് നിഷേധം, അതുപോലെ മറ്റു ചില ഫാക്ടറീസ് ഒക്കെ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ ഗ്രൂപ്പ് യോഗം കൂടിയെന്ന് പറയുന്ന ആരോപണങ്ങൾ, ഇങ്ങനെയുള്ള കോൺഗ്രസിനുള്ളിൽ കുറച്ച് ഭിന്നതകളുണ്ട്. ഈ ഭിന്നതകൾ അവർ ഇടതുപക്ഷത്തിനാണോ കൊടുക്കുന്നത്, നമുക്കാണോ കൊടുക്കുന്നത് അറിയത്തില്ല. അപ്പോൾ ആ വോട്ടിനകത്ത് വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ചേഞ്ചസ് എങ്ങനെ, അതുപോലെ ഇടതുപക്ഷത്തിന്റെ വോട്ട് കുറഞ്ഞാൽ അത് എന്നിലേക്ക് വരുമോ അതോ ഉമാ തോമസിലേക്ക് പോകുമോ, ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. നിലവിൽ 2 രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വിലയിരുത്തുന്ന വോട്ടുകൾ ഇതാണ്. ഈ സ്വിംഗ് എങ്ങോട്ട് സംഭവിക്കുക എന്നുള്ളതിനകത്താണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ ചില ട്രോളുകളൊക്കെ വന്നിരുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി. അതൊക്കെ എൻ്റെ അടുത്തൊരു ഇന്റർവ്യൂവിൽ ഒരാൾ തമാശ രൂപേണല്ലോ ഇപ്പം നമ്മളോട് ഇങ്ങനെ ചില എന്താ പറയുക ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. അപ്പം ഭാവിയിൽ നിങ്ങൾക്ക് ആരാകണം, ഏതൊരു വകുപ്പ് കിട്ടിയാൽ താങ്കൾ സ്വീകരിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ്. അതായത് ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വകുപ്പ് എന്ന അർത്ഥത്തിലാണ് അതിനെ പറഞ്ഞത്. ഇപ്പം നമുക്ക് ഷോ കാണിക്കാന്നുള്ളൊരു വകുപ്പ് ആഭ്യന്തരമോ മറ്റു വകുപ്പുകളാകുമ്പം ഒരു നാടിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന, വരും തലമുറയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊണ്ടുവരാൻ പറ്റുന്ന 2 വകുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് വിദ്യാഭ്യാസം, 2 ആരോഗ്യമാണ്. കാര്യം വിദ്യാഭ്യാസം ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ വിപ്ലവകരമായ മാറ്റം സംഭവിക്കും. ഈ 2 വകുപ്പും എത്രത്തോളം നശിക്കുന്നോ അത്രത്തോളം നാടിൻ്റെ ആരോഗ്യം നശിക്കും, അത്രത്തോളം നാടിൻ്റെ കാഴ്ചപ്പാട് നശിക്കും. അതുകൊണ്ട് ഏത് ഭരണാധികാരി വന്നാലും ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട 2 വകുപ്പാണ്. ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. ഇടക്കിടക്ക് പാർട്ടി മാറുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അടുത്തവണ ഈ പാർട്ടിയിലുണ്ടാവും. അല്ല, അത് നിങ്ങളുടെ കണ്ടുപിടുത്തമാണ്. ഞാൻ 8 വർഷമായിട്ട് സ്വതന്ത്രനാണ്. എന്തോ എങ്ങനെ 8 വർഷമായിട്ട് സ്വതന്ത്രനാണ് പോലും. എന്തൊരു നുണയാണ് മോനെ തട്ടിവിടുന്നത്. ഇത്രയും കാലം കോൺഗ്രസ് ആണെന്നും പറഞ്ഞ് കതറിട്ട് നടന്ന ആളാണ്. ഇലക്ഷൻ സീറ്റ് കിട്ടൂലെന്ന് കണ്ടപ്പോ നൈസായിട്ട് BJP-യിലേക്ക് മാറി. എന്നിട്ട് ഇപ്പൊ പറയണ 8 വർഷമായിട്ട് സ്വതന്ത്രനാണെന്ന്. ഉളുപ്പുണ്ടോ മാരാർ ഇങ്ങനെ വന്നിരുന്നു നുണ പറയാൻ? ഇങ്ങനെ ഒരു ചെങ്ങായി ഇഷ്ടം. സ്വന്തമായിട്ട് ഒരു നിലപാടുമില്ല, ഒരു തേങ്ങയും ഇല്ല, ഒരു നിർഗുണൻ. ബാക്കി പറഞ്ഞാട്ടെന്തായാലും മാധ്യമപ്രവർത്തകർ ഒരു ചാനലിൽ നിന്ന് അടുത്ത ചാനലിലേക്ക് പോകണമെന്നില്ല. നിങ്ങളൊരു മാധ്യമപ്രവർത്തകനാണ്, താങ്കൾക്ക് നിഷ്പക്ഷ അഭിപ്രായമാണ്. അപ്പോൾ താങ്കളുടെ ഇന്ന് രാവിലത്തെ ഒരു അഭിപ്രായമായിരിക്കത്തില്ല താങ്കൾ വൈകിട്ട് പറയുന്നത്. താങ്കളുടെ അഭിപ്രായമല്ല, അതുകൊണ്ടാണ് എൻ്റെ കാര്യം. താങ്കൾ ചിലപ്പോൾ രാവിലെ സംസാരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ വിഷയം കോൺഗ്രസിന് അനുകൂലമാണെങ്കിൽ താങ്കളുടെ വായിൽ നിന്ന് കോൺഗ്രസിന് അനുകൂലമായ ഒരു റിപ്പോർട്ടിംഗ് ആയിരിക്കും വരുന്നത്. അപ്പോൾ താങ്കളെ കുറേ കമ്മ്യൂണിസ്റ്റ് ഒന്ന് ചീത്ത വിളിക്കും. ഈവനിങ്ങിൽ താങ്കൾ അത് മാറ്റി ചിലപ്പോൾ BJP-ക്ക് പറയും, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയും. അപ്പോൾ അത് മാറുന്നത് താങ്കളൊരു നിഷ്പക്ഷനായതുകൊണ്ടും താങ്കളൊരു വ്യക്തിയായിട്ട് സ്വതന്ത്ര പൗരനായിട്ട് നിൽക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യമാണ്. അതേസമയം ഒരു പാർട്ടി ചേർന്നാൽ തനിക്കത് പറയും, താങ്കൾക്കത് പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാനൊരു സ്വതന്ത്ര പൗരനാണ്. എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ല. പല രാഷ്ട്രീയ പാർട്ടികളുടെ വേദിയിലും ഒരു സെലിബ്രിറ്റിയായി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ബിഗ് ബോസ് വിന്നറായി കഴിഞ്ഞതിന് ശേഷം പങ്കെടുത്തു എന്നുള്ളത് മാത്രമാണ് സത്യം. ഇപ്പോൾ സ്വതന്ത്രനാണ്. ഇപ്പോൾ ഒരു മുന്നണിയുടെ ഭാഗമാണ്, ആ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നുണ്ട്. ഞാൻ സ്വതന്ത്രനല്ല. അതുകൊണ്ട് അഭിപ്രായങ്ങൾ തുടർച്ചയായിട്ട് 2020 തന്നെ ഉണ്ടാവും അടുത്ത തവണയും. അത്തരം ചോദ്യങ്ങളെല്ലാം ഹൈപ്പോത്തറ്റിക്കലാണ്. എല്ലാ കാലവും എല്ലാവരും എല്ലായിടത്തും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇപ്പൊ നരേന്ദ്രമോദിയോട് നമ്മളിങ്ങനെ ചോദ്യം ചോദിക്കാൻ പാടുണ്ട്. അപ്പൊ നമ്മള് അപ്പൊ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി 2020 വിടുമെന്ന് അർത്ഥം. ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടി മാത്രമാണ് 2020-ൽ ചേർന്നതെന്ന് വേണമെങ്കിൽ പറയാം. 2020-യുടെ മറ്റൊരു സ്ഥാനാർത്ഥിയായിട്ടുള്ള അഞ്ജലി നായരും മുമ്പ് ഇതേപോലെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഭാവിയിൽ 2020-യുടെ ഭാഗമായി പ്രവർത്തിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല എന്നാണ് അഞ്ജലി പറഞ്ഞത്. അതായത് ഇലക്ഷൻ കഴിയുന്നതോടെ ഇവരെല്ലാവരും പൂർണ്ണമായി BJP-ആയി മാറുമെന്ന് അർത്ഥം. അല്ലാതെ 2020-ൽ നിന്നിട്ട് ഭാവിയിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയാം. എന്നാലും എന്റെ കിറ്റെക്സ് മൊയിലാളി നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ. എന്തായാലും ബാക്കി കൂടി കണ്ടോക്കാം. എന്നെ സംബന്ധിച്ച് എല്ലാ കാലവും ശരിപക്ഷം നിൽക്കുക, ജനപക്ഷം നിൽക്കുക എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനിടയിൽ BJP ആണെന്ന് പറഞ്ഞ കുറെ ആളുകളൊന്ന് ചീത്ത വിളിക്കാറുണ്ട്. അതൊക്കെ അവരുടെ, ഞാൻ പലപ്പോഴും പറഞ്ഞത് എന്താണ് നമ്മുടെ നാട്ടിൽ മുന്നണി രാഷ്ട്രീയം എന്താണെന്നും ഒരു രാഷ്ട്രീയ പാർട്ടി ഏത് സാഹചര്യത്തിലാണ് ഒരു മുന്നണിയിലേക്ക് ചേരുന്നതെന്നും മുന്നണിക്കുള്ളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്താ ചെയ്യുന്നതെന്നും നമ്മുടെ നാട്ടിൽ പലർക്കും ഇപ്പം അറിയുന്നില്ല. അതാണ് കുഴപ്പം. ഇപ്പം പല ആൾക്കാർ എന്നെ ട്രോളുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഞാൻ BJP-യിൽ പോകില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ BJP പോയെന്ന്. ഞാൻ ഇവരോട് ആവർത്തിച്ച് പറയുന്നു, ഞാൻ പോയ രാഷ്ട്രീയ പാർട്ടി 2020 ആണ്. അവർ ഉയർത്തിപ്പിടിക്കുന്നത് ഒരു സെക്യുലറിസമാണ്, അവർ ഉയർത്തിപ്പിടിക്കുന്നത് ഡെവലപ്മെന്റ്സ് ആണ്. അതേസമയം BJP-യുടെ ദേശീയ ഹിന്ദുത്വ ഹൈന്ദവ ദേശീയ ബോധം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. മറ്റേ മതേതര ദേശീയ ബോധം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്.
വരുന്നത്. CPM സംബന്ധിച്ച് സ്ഥിതി സമത്വവാദം പറഞ്ഞുകൊണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ നിന്നുകൊണ്ട് മതേതരത്വം അവർ ആ രീതിയിൽ പറയുകയാണ്. അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. ഇപ്പം എന്തുകൊണ്ടാണ് കേരളത്തിന് പുറത്ത് CPM BJP ഒന്നിക്കേണ്ടി വരുന്നത്? ആ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ ഒന്നിക്കത്തക്ക ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. അതേപോലെ 2020 ഇന്നലകളിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചവർക്ക് ഇവിടെ ഒന്നിക്കത്തക്ക ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ആ സാഹചര്യത്തിൽ CPM കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടി 2020-ക്കെതിരെ സ്വതന്ത്രനെ നിർത്തി മത്സരിച്ച് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അവരെ ഇല്ലാതാക്കുന്ന ആരെ ഇല്ലാതാക്കണം? കിഴക്കമ്പലത്തെ ജനതയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അത്തരം സാഹചര്യത്തിൽ രാജ്യത്ത് ഡെവലപ്മെന്റ്സും രാജ്യത്തെ വിപ്ലവകരമായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ഭരണാധികാരിക്കൊപ്പം ചേരാൻ വേണ്ടിയിട്ട് സാബു ജേക്കബ് എടുക്കുന്ന ഒരു തീരുമാനത്തിനകത്ത് വർഗീയത കലർത്തി നിർത്തും അല്ലെങ്കിൽ മറ്റ് ദുഷ്ടലാക്ക് കലർത്തി നിർത്തുമാണ് അപകടം കിടക്കുന്നത്. എന്തായാലും ഒരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. വിജയിച്ചാൽ തന്നെ 5000 വോട്ടിൽ താഴെയായിരിക്കും തന്റെ വിജയമെന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കിയിരുന്നു ഇപ്പം ജയിക്കും. 5000 വോട്ടിന് ഭൂരിപക്ഷം പോയിട്ട് ടോട്ടൽ 5000 വോട്ടെങ്കിലും കിട്ടിയ ഭാഗ്യം എന്ന് കൂട്ടിക്കോ. അല്ല പിന്നെ എന്തായാലും ഇതിനോടകം തന്നെ അഖിൽ മാരാർ സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോൾ മെറ്റീരിയൽ ആയ സംഭവം എല്ലാവർക്കും അറിയാലോ അല്ലെ. അഖിലേട്ടൻ ജയിച്ചു കഴിഞ്ഞാണെങ്കിൽ തുണ അയച്ചു ഓടുമെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ഇൻഫ്ലുവൻസർമാർ ഇപ്പൊ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. 1-2 വീഡിയോകൾ കണ്ടോക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, തൃക്കാക്കരെങ്ങാനും അഖിൽ മാരാർ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓക്കേനാശി എന്ന് പറഞ്ഞാൽ ഞാൻ കോഴിക്കോട് ബീച്ചിൽ കൂടെ ഷെഡ്ഡിയും റേച്ചർ ഇട്ട് നടക്കും. എനിക്ക് അത്രക്ക് ഉറപ്പായിട്ട് കൂറിപ്പൊട്ടും. ഓക്കേനാശ റെഡിയായി നിന്നട്ടോ. നാളെയാണ് നമ്മൾ ആ ദിവസം വരുന്നത്. ഓക്കെ, അന്ന നാളെ കടപ്പുറത്ത് കൂടെ നടപ്പിച്ചു. പിന്നെ ഒരു കാര്യം, ഓന്റെ കോസ്റ്റ്യൂമിന്റെ മൊത്തം ചെലവ് ഞാനാണ് അറിയണത് കേട്ടോ. അപ്പൊ നമ്മളെ ഓക്കേനാശ് നാളെ നടക്കോ ഇല്ല നിങ്ങൾ പറയും. അഖിൽമാരാറെങ്ങാനും ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയണമായിരുന്നു, അനാശിന് ഒറ്റ വാക്ക്, ഒറ്റ തന്ത, ഒറ്റ കൊല പറഞ്ഞാൽ ചെയ്തിരിക്കും. ആ കൊല ഇവിടെ കാണിച്ചിരിക്കും. 100%. എന്നാ ഓക്കാനാശിനുള്ള ഷെഡ്ഡിയും ബ്രേസറും ഈ പോത്ത് സാജാന്റെ വക. എത്രയാണ് സൈസ്? താങ്ക് യു ബ്രോ. ഓക്കേനാശേ ഇജ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ പുറം ഞാൻ പൊളിച്ചു. അതിൽ ഒരു അപ്പീലും ഉണ്ടാവില്ല കേട്ടോ. റെഡിയായി നിന്നജ്. എനിക്ക് അതാനോട് പറയാനുള്ളൂ. അതങ്ങനെ 2 മൊണ്ണകൾ. എന്തായാലും ഇവനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോഴിക്കോട് ബീച്ചിൽ ഷെഡ്ഡിയും ബ്രായിട്ടും എന്തായാലും ഇവനെ നടക്കേണ്ടി വരൂല. കാരണം അഖിൽ മാരാർ ജയിക്കാൻ പോണില്ലല്ലോ. ആ ഒരു കോൺഫിഡൻസ് ചെങ്ങായിക്ക് നല്ലോണം ഉണ്ട്. ഇങ്ങനെ കുറെ ചലഞ്ചുകൾ ഇപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. അഖിൽ ജയിച്ചാൽ ഒന്നും ഇടാതെ നടക്കുമെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ കണ്ടിരുന്നു. അഖിൽ തോറ്റു കഴിഞ്ഞാണെങ്കിൽ 10 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞുള്ള ഒരു ചെങ്ങായിന്റെ വീഡിയോ. അതൊന്ന് കണ്ടോക്കാം. നാളെയാണ് ഇലക്ഷന്റെ റിസൾട്ട്. അഖിൽ മാരാർ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാല് വഴിയോരത്തിരിക്കുന്ന പാവങ്ങൾക്ക് 10 പേർക്ക് ഞാൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കും. ഇതെന്റെ വാക്ക്. നീ ധൈര്യമായിട്ട് ഭക്ഷണം റെഡിയാക്കി വെച്ച മോനെ. അഖിൽ മാരാർ എന്തായാലും തോൽക്കും. റിസൾട്ട് വരാൻ കാത്തിരിക്കൊന്നും വേണ്ട, ഇപ്പൊ തന്നെ പോയി സെറ്റ് ആക്കിക്കോ. എന്തായാലും അഖിലേട്ടും കാരണം 10 പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയല്ലോ, സന്തോഷം. എന്തായാലും ഇന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞാലുള്ളവന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഭയങ്കര കണക്കുകൂട്ടലൊക്കെ നടത്തി ഇങ്ങനെ കാത്തിരിക്കാണല്ലോ ആശാൻ. ഇടതുപക്ഷത്തിന് ഇത്ര വോട്ട്, കോൺഗ്രസിന് ഇത്ര വോട്ട്, ബാക്കി വരുന്ന മുഴുവൻ വോട്ടുകളും എനിക്ക്. ഇങ്ങനെ ഓരോ മനക്കോട്ട് കെട്ടിയിരിക്കുകയാണ് ചങ്ങായി. റിസൾട്ട് വന്ന് എല്ലാം കൂടി പണ്ടാറടങ്ങുമ്പോഴുള്ള അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. ഓനെ പഠിച്ചോൻ കാക്കട്ടെ, അല്ലാതെ ഇപ്പൊ എന്താ പറയാ. എന്തായാലും തോറ്റു തൊപ്പിയിട്ടതിന് ശേഷം അഖിലേട്ടന്റെ ന്യായകരണം കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതൊരു 1.5 കോമഡി തന്നെയായിരിക്കും മക്കളെ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.